കടമ്പഴിപ്പുറത്ത് ഫാൻസി കടയിൽ വൻ അഗ്നിബാധ. കോങ്ങാട്, മണ്ണാർക്കാട് എന്നിവിടങ്ങളിൽ നിന്ന് ഫയർ യൂണിറ്റുകൾ എത്തിയാണ് തീയണച്ചത്. ഏകദേശം 5 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി ഉടമസ്ഥർ പറഞ്ഞു. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണം. കടമ്പഴിപ്പുറം മണ്ണമ്പറ്റ റോഡിലെ ജുമാ മസ്ജിദിന് സമീപമുള്ള ഓട്ടുപാറ വീട്ടിൽ വീരാപ്പുവിന്റെ 2 നിലയുള്ള ഫയർ ഫാൻസി സ്റ്റോറിലും സെലക്ഷൻ ലേഡീസ് ടൈലറിംഗ് ഷോപ്പിലുമാണ് തീപിടുത്തം ഉണ്ടായത്. ബുധനാഴ്ച വൈകുന്നേരം 3:30ഓടെയാണ് അപകടമുണ്ടായത്. കോങ്ങാട് ഫയർ സ്റ്റേഷനിൽ നിന്നും 2 യൂണിറ്റും മണ്ണാർക്കാട് ഫയർ സ്റ്റേഷനിൽ നിന്നും 1 യൂണിറ്റും വന്നാണ് തീയണച്ചത്. സ്റ്റേഷൻ ഓഫീസർ MK ഷാജിയുടെ നേതൃത്വത്തിലാണ് തീയണച്ചത്. ഫയർ സ്റ്റോറിൽ ഏകദേശം 3 ലക്ഷത്തോളം രൂപയുടെ സാധനങ്ങളും 2 ലക്ഷം രൂപയോളം പണമായി ഉണ്ടായിരുന്നതായും കടയുടമ വീരാപ്പു പറഞ്ഞു. 3 മണിക്കോളം ആ സമയത്താണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഇതിന് പോയിരുന്ന ബിനോയേട്ടുണ്ട് ഫയർഫോഴ്സിലാണ്. അപ്പോൾ അദ്ദേഹമാണ് ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തിയത്. പിന്നെ ഇദ്ദേഹം പുറത്തിരിക്കുകയായിരുന്നു. പിന്നെ മുകളിലുള്ള കടയിലെ ടൈലറിംഗ് യൂണിറ്റ് ടീമുകൾ അവർ കട അടച്ചിട്ട് അവർ പാലക്കാട് പോയിരിക്കുകയായിരുന്നു. അവിടെ മുകളിലേക്ക് ഒരുവിധം അങ്ങനെ ബാധിച്ചിട്ടില്ല. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കട മുഴുവനായിട്ടും നാശനഷ്ടം ഫുള്ള് സംഭവിച്ചിട്ടുണ്ട്. മുകളിലെ നിലയിൽ പ്രവർത്തിക്കുന്ന സെലക്ഷൻ ലേഡീസ് ടൈലറിംഗ് ഷോപ്പിലും നാശനഷ്ടമുണ്ടായതായി വടക്കേപ്പാട്ട് പുത്തൻ പിഷാരത്തിൽ വിജയരാഘവൻ പറഞ്ഞു. തീയൊന്നും കാര്യമായിട്ട് പിടിച്ചില്ല. പക്ഷേ എങ്കിലും അവിടെ തുണിയൊക്കെ കരിയും പുകയൊക്കെ പിടിച്ച് ആകെ നാശമായി കിടക്കണം. അപ്പോൾ ഡ്രൈ ക്ലീനിങ് കൊടുക്കണം. എല്ലാ മെഷീനൊക്കെ എല്ലാം ഉണ്ടായി കിടക്കണം. എന്തെങ്കിലും പറ്റുന്ന മുഴുവൻ നോക്കിയത് മുഴുവനാണ്. കുറച്ചൊക്കെ ഡാമേജ് ഉണ്ട്. കണ്ണാടി ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്. സൈഡിൽ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് നിഗമനം. മണ്ണാർക്കാട്ടുന്നൊരു യൂണിറ്റ് വന്നു. അത് 2 യൂണിറ്റ് പ്രവർത്തിച്ചു. 2 മണിക്കൂർ പ്രവർത്തിച്ചു. പൂർണ്ണമായി അടച്ചു. ആളപായം ഒന്നും സംഭവിച്ചിട്ടില്ല. ഏകദേശം 5 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. CCN കടമ്പഴിപ്പുറം.